ഹായ് മക്കളെ, +2 കമ്പ്യൂട്ടർ സയൻസിൻ്റെ പ്രാക്ടിക്കൽ ഒരു ഔട്ട്ലൈൻ നമുക്കൊന്ന് നോക്കി നോക്കിയാലോ? യെസ്, റെഡി അല്ലേ? ലാബ് വർക്ക് ആൻഡ് പ്രാക്ടിക്കൽ ഇവാലുവേഷൻ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് നമുക്ക് നോക്കി നോക്കാം അല്ല. എന്തൊക്കെയായിരിക്കും പ്രാക്ടിക്കലിന് വരിക, ഏതൊക്കെ രീതിയിലാണ്, എന്തൊക്കെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യണം, അതൊക്കെ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതോടൊപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ടുള്ള സെക്ഷൻ നമുക്ക് വെക്കുന്നുണ്ട്. ഓരോ പാർട്ടായിട്ടും C++ ആയിക്കോട്ടെ, രണ്ടാമത് വെബ് ഡിസൈനിങ് ആയിക്കോട്ടെ, മൂന്നാമത് SQL എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പേ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ, ഒരു ഓവർവ്യൂ. നമ്മുടെ എക്സാം എല്ലാവർക്കും അറിയാം 3 hours ആണ്. മാക്സിമം മാർക്ക് 40 ആണ്. 2 പാർട്ട് ഉണ്ടാവും അല്ലേ? പ്രാക്ടിക്കൽ ലോഗ് ബുക്ക് ഉണ്ടാവും എല്ലാവർക്കും. ദെൻ അതിൽ 20 പ്രോഗ്രാംസ് എഴുതിയിട്ടുണ്ടാവും. 3 പാർട്ടാണ് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. ഫസ്റ്റ് പാർട്ട് പ്രോഗ്രാമിംഗ് C++ ആണ്. സെക്കൻഡ് പാർട്ട് വെബ് ആപ്ലിക്കേഷൻ ആണ്. തേർഡ് പാർട്ട് ഡാറ്റാബേസ് ആണ്. ഓരോ പാർട്ടിനും വെയിറ്റേജ് അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. 2 ക്വസ്റ്റ്യൻസ്. അതിൽ 2 ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെ എഴുതുക? യെസ്, ഫസ്റ്റ് പാർട്ട് നിർബന്ധമായിട്ടും C++ അറ്റൻഡ് ചെയ്യണം. പാർട്ട് എ, ഏതാ പാർട്ട് എ? നിർബന്ധമായിട്ടും C++ തന്നെ അറ്റൻഡ് ചെയ്യണം. പ്രോഗ്രാമിംഗ് ഇൻ C++ വേണം. രണ്ടാമത്തെ പാർട്ട് ബി, രണ്ടാമതായിട്ട് നിങ്ങൾ എഴുതേണ്ട ക്വസ്റ്റ്യൻ പാർട്ട് ബി ഓർ സി ആണ്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഏറ്റവും നല്ലത് എന്തായിരിക്കും? വെബ് ഡിസൈനിങ് ചെയ്യാം, അതല്ല എങ്കിൽ ഡാറ്റാബേസ് ചെയ്യാം. ഏതെങ്കിലും ഒരു മെത്തേഡ്. റെഡിയാണോ? റെഡി അല്ലേ? യെസ്. എങ്ങനെയാണ് സ്കോർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക? സ്വാഭാവികമായിട്ടും 40 മാർക്കാണ് നമുക്ക് ടോട്ടൽ ഉള്ളത്. 40 ആണ്. ആ 40ൽ സ്പ്ലിറ്റ് ചെയ്യും. എങ്ങനെ സ്പ്ലിറ്റ് ആവുക? 32 മാർക്കാണ് നിങ്ങൾ പ്രാക്ടിക്കൽ സ്കോറിൽ ഉണ്ടാവുക. 4 മാർക്ക് നിങ്ങളുടെ റെക്കോർഡ് അല്ല, 20 പ്രോഗ്രാം എഴുതി നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ടാവും. ആ 20 പ്രോഗ്രാം കൊണ്ടുപോവുക. അതിന് 4 മാർക്കാണ് വെയിറ്റേജ്. സ്വാഭാവികമായിട്ടും എക്സ്റ്റേണൽ എക്സാമിനർ ഒരു വൈവ ചോദിക്കും. 4 മാർക്കാണ് വെയിറ്റേജ്. ഈ 32ൻ്റെ സ്പ്ലിറ്റപ്പ് എങ്ങനെയാണ്? 32ൻ്റെ സ്പ്ലിറ്റപ്പ് 2 ക്വസ്റ്റ്യൻ ആണ്. 32നെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. 16ഉം 16ഉം. ആദ്യത്തെ 16 നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യേണ്ടത് C++. അതിന് 16 മാർക്ക്. ആ 16 മാർക്കിൻ്റെ സ്പ്ലിറ്റപ്പ് നോക്ക്. 10 മാർക്ക് നിങ്ങൾ എഴുതുന്ന പ്രോഗ്രാം കോഡിങ്ങിന് എക്സിക്യൂട്ട് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. എറർ എന്തായാലും ഉണ്ടാവില്ല. നിങ്ങൾ പക്ക പഠിച്ച് പോവുക. നമ്മൾ പഠിക്കും. ഞങ്ങൾ എജുപോർട്ട് ലാബിൽ നിങ്ങളെ ഫുൾ പഠിപ്പിക്കും. അപ്പം അത് പഠിക്കുക. 6 മാർക്ക്. അപ്പോൾ 16 മാർക്ക് ഉറപ്പിച്ചോ. ഇനിയുള്ള 16 മാർക്ക് നമ്മുടെ വെബ് പേജാണ്. ഏതൊക്കെ? വെബ് ആപ്ലിക്കേഷന് 16 മാർക്ക് എങ്ങനെ കിട്ടുക? 10 മാർക്ക് നിങ്ങൾ എഴുതുന്ന HTML ടാഗ്, ആട്രിബ്യൂട്ട്സ് അവർ തരുന്ന അതിനനുസരിച്ചുള്ള ടാഗ് കൊടുത്താൽ 10 മാർക്ക്. അത് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക? എക്സിക്യൂട്ട് ചെയ്താൽ 6 മാർക്ക്. അപ്പോൾ അതും ഉറപ്പിച്ചോ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട, DBMS അല്ല, DBMS ആണ് നല്ലത്. അപ്പോൾ DBMS ആണെങ്കിൽ SQL പാർട്ടിൽ ഒരുപാട് കമാൻഡ്സ് ഇല്ലേ? ക്രിയേറ്റ്, ആൾട്ടർ, ഡ്രോപ്പ്, ഇൻസെർട്ട്, ഡിലീറ്റ്. ആ കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് എഴുതുന്നതിന് 10 മാർക്ക്. പക്ക എക്സിക്യൂട്ട് ചെയ്താൽ 6 മാർക്ക്. അപ്പോൾ റെഡിയാണ്. ഇതാണ് വെയിറ്റേജ്. സെറ്റ് അല്ലേ? പോവാം നമുക്ക്. യെസ്. ഏതൊക്കെയാണ് പ്രോഗ്രാമിംഗ് C++ൽ വരുന്ന ക്വസ്റ്റ്യൻ? അതായത് പാർട്ട് എ. ഏതാടാ? പാർട്ട് എ. പാർട്ട് എയിൽ എന്തൊക്കെ വരും? യെസ്, പാർട്ട് എയിൽ 10 പ്രോഗ്രാംസ് ഉള്ളത്. 10 പ്രോഗ്രാംസ് എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തു തരും. എന്താ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? -b ± √b² - 4ac/2a. പല സ്കൂളുകളും അത് ഒഴിവാക്കാം. അപ്പം എന്ത് തന്നെ ആയാലും നമ്മൾ കംപ്ലീറ്റ് പഠിച്ചു പോവാം. 3 പാർട്ടാണ് ഉണ്ടാവുക അല്ലേ? b² - 4ac > 0, = 0, <0. അതാണ് ഈഫ്, എൽസീഫ് ലാഡറാണ്. അപ്പോൾ എൽസീഫ് പാർട്ടിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്കറിയാം. ഡയറക്റ്റ് 0 ഇട്ടാൽ 0 വരണം, 1 ഇട്ടാൽ 1 വരണം. എൽസീഫ് ലാഡർ ഉപയോഗിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്വിച്ച് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇത് സ്വിച്ച് മെത്തേഡാണ്. ഇത് എൽസീഫ് ലാഡറാണ്. യെസ്. തേർഡ് വൺ സം ഓഫ് സ്ക്വയേഴ്സ് ആണ്. ജസ്റ്റ് ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സം = സം പ്ലസ് i² എന്നുള്ളത് i × i എഴുതിയാൽ കഴിഞ്ഞു. ഫോർമുല യൂസ് ചെയ്യരുതേ. ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം. സ്ക്വയറിൻ്റെ ഫോർമുല ഉണ്ടാവും, അത് യൂസ് ചെയ്യരുതേ. യെസ്. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇൻപുട്ട് ആൻഡ് ഇൻറ്റിജർ നമ്പർ എന്താണോ നോക്കുക. പാലിൻഡ്രോം ആണോ അല്ലേന്ന്. എന്താ പാലിൻഡ്രോം എന്ന് ചോദിച്ചാലോ? 123 റിവേഴ്സ് ചെയ്താൽ 321. അതുകൊണ്ട് അതെന്തല്ല? പാലിൻഡ്രോം അല്ല.
എന്നാൽ 121 റിവേഴ്സ് ചെയ്താൽ 121 ആണ്. റിവേഴ്സ് ചെയ്തതും ഒറിജിനൽ നമ്പറും സെയിം ആണെങ്കിൽ ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് പാലിൻഡ്രോം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, പ്രൈം ഓർ നോട്ട്. ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഡിവിസിബിൾ ആവുള്ളൂ എങ്കിൽ ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് പ്രൈം. അതാണ് ഫിഫ്ത്ത് വൺ. സിക്സ്ത് വൺ, ഒരു അറേ ക്രിയേറ്റ് ചെയ്യാൻ ഹൈറ്റ് ഓഫ് സം സ്റ്റുഡൻസ് ആണ്, സോർട്ട് ചെയ്യാനാണ്. ഏറ്റവും ബെസ്റ്റ് വൺ ബബിൾ സോർട്ട് തന്നെയാണ്. ബബിൾ സോർട്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, സോർട്ട് ചെയ്യാം. സെവൻത് ക്വസ്റ്റ്യൻ, ലെങ്ത് ഫൈൻഡ് ചെയ്യാനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം STR ലെൻ എന്ന സ്ട്രിങ് ലെങ്ത് ഉണ്ട്, പക്ഷെ അത് യൂസ് ചെയ്യരുതേ. എന്ത് ചെയ്യണം, വിത്തൗട്ട് യൂസിങ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഒരു ഫോർ ലൂപ്പ്, സിംഗിൾ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്താൽ അതും തീരും. പഠിപ്പിക്കുക. എയ്ത്ത് വൺ, ഫങ്ഷൻസ് ചെയ്യുന്ന ഫങ്ഷൻസ് കോൺസെപ്റ്റ് ആണ്. ഫാക്ടോറിയൽ കാണാനാണ്. നമുക്കറിയാം NCR എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ഇൻറ്റു ആർ ഫാക്ടോറിയൽ ആണ്. അപ്പോൾ ഒരുപാട് ഫാക്ടോറിയൽ ഉണ്ട്. അപ്പോൾ ഫാക്ടോറിയലിൻ്റെ ഒരു കോമൺ ഫംഗ്ഷൻ ഉണ്ടാക്കിയാൽ അത് നിങ്ങൾ ജസ്റ്റ് കോൾ ചെയ്താൽ മതി. n ഇട്ട് കൊടുത്താൽ n ഫാക്ടോറിയൽ, n മൈനസ് ആർ ഇട്ട് കൊടുത്താൽ n മൈനസ് ആർ ഫാക്ടോറിയൽ, അങ്ങനെ ഫാക്ടോറിയൽ ഇട്ട് കൊടുക്കുന്ന കോൺസെപ്റ്റ്. നയൻത് ക്വസ്റ്റ്യൻ, സ്ട്രക്ചറിൻ്റെ പ്രോഗ്രാം അല്ലേ. ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാനാണ് ചോദിച്ച്. സ്റ്റുഡൻറ്റിൻ്റെ സ്ട്രക്ചർ, അഡ്മിഷൻ നമ്പർ വേണം, നെയിം വേണം, മാർക്ക് വേണം, അങ്ങനെ C മാർക്ക് വേണം, P മാർക്ക് വേണം. അങ്ങനെ C മാർക്കും P മാർക്കും എൻ്റർ ചെയ്യുക. ടോട്ടൽ നമ്മൾ വേറെ സെപ്പറേറ്റ് ഫൈൻഡ് ചെയ്യും. ഇതാണ് കോൺസെപ്റ്റ്. സിമ്പിളാണ്. ഒരു 10 or 12 ലൈൻസ്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പോയിന്റർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് 2 നമ്പേഴ്സ് സ്വാപ്പ് ചെയ്യാം. ഇത്രയുള്ളൂ C++ പാർട്സ്. ബുദ്ധിമുട്ടുണ്ടോ? യെസ്. 11th ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാണ്. സിമ്പിൾ അട്രാക്റ്റ് കേരള ടൂറിസത്തിൻ്റെ ഒരു വെബ് പേജ് അവർ തരും, സെപ്പറേറ്റ് തരും. എന്തൊക്കെ വേണം, അവരെന്തൊക്കെ തന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ കളർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹെഡിങ് വേണം, ടെക്സ്റ്റ് ഫോർമാറ്റ് ടാക്സ്, ഓരോന്നായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പം 12th ക്വസ്റ്റ്യൻ, 12th സിമ്പിളാണ്. ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാം, ഒരു സ്കൂളിൻ്റെ വെബ്സൈറ്റ്, അതിൽ ഒരു ലിങ്ക് കൊടുക്കാം അഡ്രസ്സിലേക്ക്. 2 വെബ് പേജ് തമ്മിൽ കണക്ട് ചെയ്യാനാണ് എന്തുപയോഗിക്കാം, 12th എക്സ്പെരിമെൻറ്റ്. 13th എക്സ്പെരിമെൻറ്റ് സിമ്പിൾ, അൺഓർഡേർഡ് ലിസ്റ്റ്, ഓർഡേർഡ് ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ്. അപ്പോൾ UL OL DL ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇതന്നെ ആയിരിക്കും. ഇതാണെങ്കിൽ ഞാൻ ഇപ്പോൾ കൊടുത്തത് സ്ക്വയർ ആണ്, നിങ്ങൾക്ക് എക്സാമിന് വരിക ചിലപ്പം സർക്കിൾ ആവും അല്ലെങ്കിൽ ഡിസ്ക് ആവാം. അപ്പം എല്ലാം അൺഓർഡേർഡ് ലിസ്റ്റ്. 14th ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒരു ടേബിൾ ക്രിയേഷൻ ആണ്. ടേബിൾ ഏതാ, ടേബിളിൻ്റെ ടാഗ് ടേബിൾ ടാഗ് തന്നെയാണ്. ടേബിൾ ടാഗിൽ TR ഉണ്ട്, TH ഉണ്ട്, TD ഉണ്ട്. അത് തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു ടേബിൾ. ലാസ്റ്റ് സെക്ഷൻ ഒരു ഫോം ഡിസൈൻ ചെയ്യാനാണ്. ഫോം ഡിസൈൻ ചെയ്യാൻ തീർന്നു. ഇത്രയും ഈ 5 ക്വസ്റ്റ്യനാണ് സിമ്പിൾ HTML ഉള്ളത്. എന്നാൽ ജാവാസ്ക്രിപ്റ്റ് പൊതുവെ പല സ്കൂളുകളും ഇത് ഒഴിവാക്കിയിട്ടുണ്ടാവാം, എന്നാലും ജാവാസ്ക്രിപ്റ്റ് സിമ്പിളാണ്. ഒരു ഫോം ഡിസൈൻ ചെയ്യാൻ ആ ഫോമിൽ ഒരു സ്ട്രിങ് കൊടുക്കാം. 2 ബട്ടൺ, ടു അപ്പർ എന്നുള്ള ഒരു ബട്ടനും ടു ലോവർ എന്നുള്ള ഒരു ബട്ടനും. മക്കളെ സ്ട്രിങ്ങിൽ എന്തെങ്കിലും ഞാൻ കൊടുത്തു, ABC എന്ന് കൊടുത്തു, എന്തെങ്കിലും ഒന്ന് കൊടുത്തു, എന്തെങ്കിലും ABC എന്ന് കൊടുത്ത് ടു അപ്പർ എന്നുള്ള ബട്ടൺ നിൽക്കിയാൽ ഇത് ഓട്ടോമാറ്റിക്കലി ക്യാപിറ്റൽ ABC ആവും. ഞാൻ സപ്പോസ് ആപ്പിൾ എന്നുള്ളത് ഇങ്ങനെ കൊടുത്തിട്ട് ടു ലോവർ എന്നുള്ള ബട്ടൺ നിൽക്കിയാൽ ഓട്ടോമാറ്റിക്കലി അതെന്തായി മാറൂടാ, സ്മോൾ കേസ് ആവും. ക്ലിയർ? ഇതാണ് 16 പ്രോഗ്രാംസ്. 17th SQL ആണ്. ഇപ്പം പറഞ്ഞ അല്ലേ, ടേബിൾ ക്രിയേഷൻ ആണ്. അതോടുകൂടെ അപ്ഡേറ്റ്, ലിസ്റ്റ്, ഡിസ്പ്ലേ ബേസിക് എലമെൻറ്റ്സ് ആണ്. 17, 18 അല്ലേ, എംപ്ലോയിൻ്റെ പ്രോഗ്രാമാണ്. 17th ഒരു സ്റ്റുഡൻറ്റിൻ്റെ പ്രോഗ്രാമാണ്. 19th ഒരു സ്റ്റോക്കിൻ്റെ പ്രോഗ്രാമാണ്. ദെൻ 20 ബുക്കിൻ്റെ പ്രോഗ്രാമാണ്. ഇത്രയുള്ളൂ പ്രോഗ്രാംസ്. 20 പ്രോഗ്രാം റെക്കോർഡ് എഴുതി പോകുന്നു, 4 മാർക്ക് കിട്ടുന്നു. വൈവക്ക് നിങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യുക അല്ലേ, 32 മാർക്കായി. 2 പ്രോഗ്രാം. വൈവ ചോദിക്കുമ്പോൾ ഒരു ഫോറും 40 ഉറപ്പിച്ചോ. നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ടു റിമെമ്പർ. C++ൻ്റെ പ്രോഗ്രാം കിട്ടുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ പ്രോഗ്രാം എടുത്ത് ജീനി ഓപ്പൺ ചെയ്യും. ജീനി ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് ടാസ്ക് ഫയൽ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യും അല്ലേ. പ്രോഗ്രാം ചെയ്യുമ്പം സേവ് ചെയ്യും. സേവ് ചെയ്യുമ്പം നോട്ട് ചെയ്ത് വെച്ചോ .cpp ഫയൽ നെയിം .cpp ഇത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. അതിൻ്റെ ശേഷം നിങ്ങൾ ഏറ്റവും ടോപ്പിലുണ്ടാവും ബിൽഡിൽ പോയിട്ട് അല്ലെ കമ്പൈൽ എന്നുള്ള ബട്ടൺ നിൽക്കുക. അതേപോലെ ബിൽഡിൽ പോയിട്ട് ബിൽഡ് നിൽക്കണം.
ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ബിൽഡിൽ പോയിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. 16 മാർക്ക് ഉറപ്പിച്ചു. C++ ഇതോട് തീർന്നു. സിമ്പിൾ ജീനി ഓപ്പൺ ചെയ്യുക, പ്രോഗ്രാം ടൈപ്പ് ചെയ്യുക, .cpp വെച്ച് സേവ് ചെയ്യാം. എങ്ങനെടാ? ഫയൽ നെയിം .cpp, ബിൽഡിൽ കമ്പൈൽ, ബിൽഡിൽ എക്സിക്യൂട്ട്, തീർന്നു. ഇതേ ക്വസ്റ്റ്യൻ HTML ആണെങ്കിൽ ചെയ്യേണ്ട ടാസ്ക് ഒന്നുമില്ല. ജീനി ഓപ്പൺ ചെയ്യുന്നു, പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്നു. തേർഡ് സ്റ്റെപ്പ് എന്താ? സേവ് ചെയ്യും. എന്ത് വെച്ചിട്ടാ സേവ് ചെയ്യുക? സേവ് ചെയ്യേണ്ടത് .html, ഫയൽ നെയിം .html. നേരെ എക്സിക്യൂട്ട്, ബിൽഡിൽ പോവാ, എക്സിക്യൂട്ട്. അവിടെ കമ്പൈൽ ചെയ്യേണ്ട ആവശ്യമില്ല മക്കളെ. യെസ്, ജീനി പ്രോഗ്രാം ടൈപ്പ് ചെയ്യുക, .html, ഫയൽ നെയിം .html, ദെൻ ബിൽഡിൽ എക്സിക്യൂട്ട്. ഞാൻ ലൈവിൽ ചെയ്ത് കാണിച്ചു തരാം നെക്സ്റ്റ് സെക്ഷനിൽ. യെസ്, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് SQL ആണെങ്കിൽ നേരെ എന്ത് ചെയ്യുക? ടെർമിനൽ. അല്ലേ? റെഡിയാണ്? എല്ലാവരും ചെയ്തിട്ടുണ്ടാവും, എന്നാലും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം ജാവാസ്ക്രിപ്റ്റ് ആയിക്കോട്ടെ, ബാക്കി എന്തായാലും നമുക്ക് നല്ല ടീമായിട്ട് സെറ്റായിട്ട് അടുത്ത ലൈവിൽ അല്ലെങ്കിൽ അടുത്ത സെക്ഷനിൽ നമുക്ക് കാണാം കംപ്ലീറ്റ് പ്രോഗ്രാംസ് കേട്ടോ. ഓക്കെ, അതുവരെ ടേക്ക് എ സ്മോൾ ബ്രേക്ക്. താങ്ക് യു.